എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഷാനവാസിന് വേണ്ടി ചെയ്ത്. എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ വല്ലത്തിനും വേണ്ടിയാണോ? അല്ല. അനീഷ് തനിയെ ഇരുന്ന് സംസാരിക്കുകയാണ്. മൈജി കോർണറിലിരുന്ന് അവിടെ സോഫയിലിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഷാനവാസ് ഒരു നല്ല സുഹൃത്താണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഷാനവാസ് അത് ഗെയിം പെർസ്പെക്റ്റീവിലാണ് നോക്കിക്കാണുന്നതെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഇതൊരു പാഠമാണ്, ഒരു പാഠം, ഒരു ലെസൺ, ഒരു ചാപ്റ്റർ. ചില ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അവസരം മുതലാക്കാനായിട്ട് വരും. ഗെയിം എങ്ങനെയെങ്കിലും ജയിക്കാനായിട്ട് വരും. ഗെയിം പെർസ്പെക്റ്റീവിൽ മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടും. അവർ ഫ്രണ്ട്ഷിപ്പിലിരുന്ന് കരയും ചിരിക്കും ഒക്കെ ചെയ്യും. പക്ഷേ അത് മനസ്സിലാക്കാണ്ടിരുന്നത് ഞാനായിരുന്നു. എല്ലാവരെയും ഒരു കൈയകലത്തിൽ നിർത്തുന്നത് തന്നെയായിരുന്നു ശരി. അല്ലാതെ ഇങ്ങനെയൊക്കെ സൗഹൃദത്തിൽ വീണ് ഷാനവാസ് പറയാറുള്ള പോലെ നിന്നെ ഞാൻ സൗഹൃദത്തിൽ വീഴ്ത്തും. അല്പം പോലും ജെനുവിനിറ്റി ഇല്ലാത്ത വാക്കുകൾ. സൗഹൃദത്തിൽ ഒരാളെ വീഴ്ത്തുക തന്നെയാണ് ചെയ്തത്. വിശ്വാസമില്ലാത്ത സൗഹൃദം എന്തിനാണ് ബിഗ് ബോസ്? എനിക്കറിയാൻ മേത്തന് ചോദിക്കുക, വിശ്വാസമില്ലാത്ത സൗഹൃദം എന്തിനാണ്? 4 ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഫ്രാങ്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ. ബിഗ് ബോസ്, എന്തായാലും ബിഗ് ബോസിനോട് എനിക്ക് നന്ദിയുണ്ട്. ചിലപ്പോഴൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ ഓരോരുത്തരെ തുറന്ന് കാട്ടിത്തരും. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഒരാൾ എങ്ങനെ പെരുമാറുന്നു, എന്തൊക്കെ കാര്യങ്ങൾ എടുക്കും, അവരുടെ പെരുമാറ്റം, അവരുടെ ചിന്താഗതികൾ, അതൊക്കെ പുറത്തു വരും ഓട്ടോമാറ്റിക്കലി. അതാണ് ഇവിടെ പുറത്ത് വന്നിരിക്കുന്നത്. ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അനീഷ്, ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇവിടുന്ന് എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളതിൽ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാതിരി കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ഗുണമുണ്ട്? എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ, വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ജെനുവിനായിട്ടുള്ള ഫ്രണ്ട്സാണ്. ഏത് ഘട്ടത്തിലും കൂടെ നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. ചതിക്കില്ല, പിന്നീന്ന് കുത്തില്ല. വിശ്വാസമില്ലെങ്കിൽ ഒരു ബന്ധവും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് എന്ത് തരം ബന്ധമാണെങ്കിലും. അവസരവാദി 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 ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അനീഷ്. അട്ട ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, അവസരവാദി. വിശ്വസിക്കരുത്, ഒരാളെയും വിശ്വസിക്കരുത്. ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.